ഗൈസ്, അപ്പോൾ നമ്മൾ പുതിയൊരു ചലഞ്ച് ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ കുറേ ദിവസമായി ചലഞ്ചിങ് എപ്പിസോഡ് ഇടാമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഇനി സമയം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചലഞ്ചിൻ്റെ ഇതിടാൻ പോവാണ്. ഈ ചലഞ്ച് എന്ന് പറഞ്ഞാൽ മരത്തിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ കയറണമെന്നാണ്. ഈ മരമാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ കയറുന്നതാണ്. ഏറ്റവും കൂടുതൽ കുറച്ച് സമയത്തിനുള്ളിൽ കയറുന്നവർക്ക് ഫസ്റ്റ് പ്രൈസ് 100 രൂപയാണ്. പക്ഷേ ഇത് കയറിയില്ലെങ്കിൽ സെക്കൻഡ് പ്രൈസ് ഈ നാരങ്ങ നിങ്ങളുടെ മുന്നിൽ വെച്ച് തിന്നണമെന്നാണ്. അല്ല, ഇത് കൂടുതൽ ചലഞ്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനിയുമുണ്ട്. അപ്പോൾ ഫസ്റ്റ് ചലഞ്ച് ഏറ്റെടുക്കുന്നതിനായിട്ട് ആരോ തന്നെ ാണ് ഫസ്റ്റ് ചലഞ്ച്. കേൾക്കോ? റെഡി? 1 2 3 സ്റ്റാർട്ട്. 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24. ഓക്കെ, 24 വരെ എണ്ണി തീർന്നപ്പോഴത്തേക്കും അവൻ അത്രയും കയറി. നല്ല സ്മൂത്ത് ആയിട്ടല്ലേ ഇറങ്ങിപ്പോരണേ. ഞാനിത് കയറി നോക്കിയാലോ. അടുത്തത് കയറാൻ പോകുന്നത് ഏവൻ അനീഷ്. ഓ, ഷോയൊക്കെ ഇട്ടുകൊണ്ടാണ് വരുന്നത്. ഇപ്പൊ കയറി കാണിക്കാതെ. ഇത് സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25. ഓക്കെ, 25 ആയപ്പോഴത്തേക്കും അവൻ അവിടെ ചെന്നിട്ടുണ്ട്. ഇറങ്ങിക്കോ. നൈസ്. നിങ്ങൾ പറ. ആരാന്ന് നമ്മളിപ്പോൾ പറയാൻ പോവാണ്. ജയിച്ചിരിക്കുന്നത് ഇവൻ 28ഉം ഇവന് 24 സെക്കൻഡിനുള്ളിലാണ് അതിൻ്റെ മണ്ടയിൽ കയറിയിരിക്കുന്നത്. അപ്പോൾ വിജയ് ഗൗരിനാഥ് തന്നെയാണ്. അപ്പോൾ അടുത്ത ചലഞ്ച് നിങ്ങൾക്കായിട്ട് തന്നെയുള്ളതാണ്. കാരണം ഞാനിപ്പോൾ ഒരു ഒരു സ്റ്റോറി ഇവിടെ പറയും. ആ സ്റ്റോറിയിൽ ഒരു പേര് എത്ര തവണ വരുന്നുണ്ടെന്ന് നിങ്ങൾ പറയണം. കമൻ്റ് ആയിട്ടിടണേ. അപ്പോൾ ഞാൻ സ്റ്റോറി പറയാൻ പോവാണ്. ഈ കഥയിലെ നായകൻ അപ്പു എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. നിങ്ങൾക്കുള്ള ചലഞ്ചാണ് കേട്ടോ. നായകൻ അപ്പു ആണ്. അപ്പോൾ ഈ അപ്പു എന്ന് പറഞ്ഞ പേര് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഒരു ദിവസം അപ്പു എന്ന് പറഞ്ഞ കുട്ടി വീട്ടിൽ TV കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, അപ്പു നീ കടയിൽ പോയിട്ട് മുളക് പൊടിയും ചായപ്പൊടിയും വാങ്ങാൻ പറഞ്ഞു. അപ്പോൾ അപ്പു അമ്മയോട് ചോദിച്ചു, ഞാൻ കടയിൽ പോണേന് എനിക്കെന്താ അമ്മ വാങ്ങണ്ടേ? അപ്പുവിന് ഇഷ്ടമുള്ള വാങ്ങിക്കോ എന്ന് അമ്മ പറഞ്ഞു. അപ്പു ആണെങ്കിൽ അതിൻ്റെ സന്തോഷത്തിൽ അമ്മ തന്ന 100 രൂപയും എടുത്തുകൊണ്ട് കടയിലേക്ക് ഓടി. അവന് ഭയങ്കര സന്തോഷമായിരുന്നു. ഈ കഥയിൽ നിങ്ങൾക്ക് ഒരു 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പു എന്ന പേര് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടെന്നും അമ്മ എന്ന പേര് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടെന്നും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. അടുത്ത ചലഞ്ചിലേക്ക് കിടക്കാം. ആ കമ്പയിൽ കുറേ നേരം തൂങ്ങി കിടക്കണം. അതാണ് അടുത്ത. കമ്പൊന്നും എടുത്ത് തിന്നല്ലോ, നീ ഷർട്ടിൻ്റെ ബട്ടൺസൊക്കെ ഇട്ടെന്നാ പേര് കാണും. ഇപ്പാക്കൊന്നും അങ്ങനെ കാണിക്കല്ലേടാ, പെണ്ണുങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇപ്പോ അതിമനോഹരമായ മരത്തെ കയറുന്നു. തൂങ്ങിക്കിടക്കാൻ പറഞ്ഞില്ല. ഓക്കെ, അവൻ തൂങ്ങി കിടക്കുന്നു. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 93 94 95 96 97 98 99 100. ഗായ്സ്, അപ്പോൾ 100 വരെ അവൻ തൂങ്ങിക്കിടന്നു. അങ്ങനെയാണ് അതിൻ്റെ പൂക്കളൊക്കെ കാണാറുണ്ട്. വാശിയായി ഏവൻ വരുന്നു. ഇതല്ല, ഇതിനപ്പുറം ചാടി കിടന്നവനാണ് ഏവൻ. ഏവൻ 120 ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവൻ കയറുന്നത്. ചാട്ട് പറഞ്ഞിട്ട് തുടങ്ങിയ മതിയല്ല കഴിഞ്ഞ ദിവസം. അതോടിച്ച് വീടാതിരുന്നാതി കിട്ടോ. ഇതിൻ്റെ വരെ കയറും. തുടങ്ങുവാണേ. സ്റ്റാർട്ടാക്കുവാണേ. സ്റ്റാർട്ട്. 1
1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 39 40 41 50 51 52 53 60 61 71 72 73 74 75 76 77 78 79 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 105 106 107 108 109 110 111 112 113 114 115 116 120 121 122 123 124 125 126 127 128 129 130 131 132 90 140 141 142 143 144 145 146 147 148 149 150 എനിക്ക് കേട്ടോ സമ്മാനം തന്നെ എൻ്റെ വായൊക്കെ മടുത്തു അമ്മമാർക്ക് എണ്ണി ഓക്കെ. ഏറ്റവും കൂടുതൽ ഇവിടെ ജയിച്ചിരിക്കുന്ന ഏവൻ അനീഷാണ്. കൺഗ്രാജുലേഷൻ താടാ സ്വന്തം അനിയനായിട്ടും. ആദ്യം കളി ജയിച്ചത് ഗൗരിയും രണ്ടാമത് ഏവനും. ഞങ്ങൾ ആര് ജയിച്ചാലും അവനോട് സമ്മാനം എൻ്റെ വീട്ടിലേക്ക് തന്നെയാണ്. ഞങ്ങൾ ചേട്ടനീനാണ് കേട്ടോ. അടുത്തത് തലകറക്കൽ മത്സരം. കാരണം ഇവിടെ നിന്ന് ഇവന്മാരെ സ്റ്റേജിൽ നടന്ന് ഇങ്ങനെ വട്ടം കറങ്ങുമല്ലോ. ഫസ്റ്റ് വട്ടം കറങ്ങി താഴെ വീഴുന്നവരൗട്ടും കുറെ നേരം നിൽക്കുന്നവർ ഗെയിമാണ്. സിമ്പിൾ ഗെയിമാണ് അല്ലേടാ? സിമ്പിൾ അല്ല അതല്ല, ഇത് സ്റ്റാർട്ട്. മതി കിടക്കാൻ പറ്റില്ല. ഗൗരി കൈക്ക് എളിയൊക്കെ കൊടുക്കുന്നത് ഇപ്പോഴേ ആറ്റിറ്റ്യൂഡൊക്കെ ഇടുക. എന്നതാ ഇങ്ങോട്ടൊക്കെ ഇൻസ്റ്റന്റ് വലിച്ചോട്ടോ. ഇങ്ങോട്ട് വന്നേ. എടാ പ്രാവശ്യത്തിൽ ജയിച്ചിരിക്കുന്നത് ഏവനീഷ്. വേറെ തട്ടി വിടാ. അടുത്ത ചലഞ്ച് കപ്പിൾസിനെ പോലെ കൈ പിടിച്ചിട്ട് കറങ്ങണതാണ്. റെഡി അല്ലേ? 1 2 3 സ്റ്റാർട്ട്. അങ്ങോട്ട് വിടുക. അങ്ങോട്ട്. റെഡി 1 2 3 സ്റ്റാർട്ട്. ലോക്കടല്ല കൈ ലോക്കടല്ല. തൂക്കിയെടുക്കുക. ഇനി നീ എന്നെ കറക്ക. എന്നെ കറക്കണ. അപ്പുറത്ത് കൈ പിടിച്ച് കറക്കണ. അവരെ നീ തൻ്റെ പിടിച്ച് തന്നെ കറക്ക. ചാലഞ്ച് തലക്ക് കൺഫ്യൂഷൻ. അടുത്ത ചാലഞ്ചൊക്കെ പോവാം. അടുത്ത ചാലഞ്ച് ഹൈ ജമ്പ് ആണ്. നമ്മൾ ചാലഞ്ച് സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ഷട്ടിൽ കോർട്ടിന്റെ അടുത്തോട്ടാണ് ചാലഞ്ച് സ്ഥലം. കൂടി വന്നിട്ടുണ്ട് ധ്യാൻ, അനൂപ്. കാണിക്കട്ടെ. ഓണപ്പരിപാടിക്ക് ഉണ്ടായിരുന്നു. കുറച്ച് തരികിടയാണ്. സൂക്ഷിക്ക. ആശുപത്രി കൊണ്ടാലും വണ്ടിയില്ല. വിളിക്കാൻ വേണം ഞാൻ വേണ്ടിയിട്ട്. ഗൗരി ഡിസ്ക്വാളിഫൈഡ്. കുറച്ചുകൂടി മൂന്നാമത്തെ സെക്ഷൻ ആയിട്ടുണ്ട്. നടത്താൻ പോവാണ്. ഞാൻ ദേഷ്യം വരും. അപ്പോൾ ഈ
മത്സരത്തിൽ ജയിച്ചത് ഏവനീഷ്. നമുക്ക് സമ്മാനം കൊടുക്കാം. സമ്മാനം കൊടുക്കാൻ പോവാണ്. പേര് വിളിക്കുമ്പോ കേരള നിൽക്കണ പോയി. ഏവനീഷ് കൈയടിക്കല്ലാരും ചുമ്മാ കൈയടിക്കണേ. ഓക്കെ, തോറ്റവർക്ക് നാരങ്ങ. ചാടുന്നില്ലല്ലോടാ, ശക്തി ഇല്ലല്ലോടാ. വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ചലഞ്ചായിട്ട് പിന്നെ വരും.